ബിനാലെ എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള ബിസിനസ്സുകാരായാലും ശരി, ആർട്ട് ലവേഴ്സായാലും ശരി, മറ്റ് പ്രൊഫഷണൽസ് ആയാലും ശരി ഇവിടെ വരികയും ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഇവിടെ വരികയും ഈ എക്സിബിഷനിൽ പങ്കെടുക്കുകയും ഈ കല കണ്ട് ആസ്വദിച്ച് പോവുകയും ചെയ്യുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇക്കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിനും കൊച്ചിക്കും ഒരു അഭിമാനമാണ്. ഇത്രയും വലിയ ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ ഇവിടെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളതിൽ ഇതിൻ്റെ കേരള ഗവൺമെൻറ്റിനും അതുകൂടാതെ ഇതിൻ്റെ സാരഥികൾക്കുമുള്ള അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എഫർട്ട്, അതുകൂടാതെ കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, അതൊക്കെ ഇത്രയും വലിയ ഈ സംരംഭത്തിന് ഉണ്ട് എന്നുള്ളതിൽ പ്രത്യേകം ഗവൺമെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. And I am very happy my very dear friend, brother, His Excellency Majid, who came all from New Delhi. He is the Charge d'Affaires of United Arab Emirates now, and he all the way he came to attend to inaugurate this function, and he is very happy. And I am thankful to all Emirati artists who attended this exhibition, those who present here also, and they are explaining about their experience and about their art. Thank you very much. And my part to encourage my daughter, because she loves art, I love my daughter. This is the difference. Thank you very much. 23 ആർട്ടിസ്റ്റാണ് ഈ ഷോയിലുള്ളത്. പൊന്ന് എന്ന വാക്കിൻ്റെ വ്യാഖ്യാനങ്ങളാണ് ഈ ഷോയിലൂടെ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗോൾഡൻ ഐക്കോൺ എന്ന് പറയും, പൊന്ന് വിലയാന്ന് പറയും, അല്ലെങ്കിൽ പൊന്ന് പോലെ എന്ന് പറയും. അതിൻ്റെ വ്യാഖ്യാനങ്ങളും പിന്നെ പൊന്നിൻ്റെ ഇമ്പോർട്ടൻസും നമ്മുടെ കൾച്ചറിലും ഫാമിലിയിലും അതൊക്കെയാണ് ഈ ഷോയിലൂടെ കാണിക്കുന്നത്. അതെ അതെ ഇന്ത്യൻ ആർട്ടിസ്റ്റും ഉണ്ട്, എമിറാത്തി ആർട്ടിസ്റ്റും ഉണ്ട്. രണ്ട് കൾച്ചറിലും UAE-ലായാലും ഇന്ത്യയിലായാലും ഈ ഗോൾഡിൻ്റെ കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. അതും ഇതിലൂടെ കാണിക്കുന്നുണ്ട്. ഞാനൊരു അക്കാഡമിക് ആണ്. ഞാൻ ആർട്ട് പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. ഐ എം നോട്ട് എൻ ആർട്ടിസ്റ്റ്. സ്വർണത്തിന്റെ ഉൽപ്പത്തിയും സ്വർണം ഈ കാലഘട്ടത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും ആസ്പദമാക്കി MA യൂസഫ് അലിയുടെ മകളും അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിസ്ക് ആർട്ട് ഫൗണ്ടേഷൻ സ്ഥാപകയുമായ ഷെഫീന യൂസഫ് അലിയുടെ നേതൃത്വത്തിലുള്ള പൊന്നുപോലെ ആർട്ട് എക്സിബിഷന് തുടക്കമായി. കൊച്ചി മുസ്ലിസ് ബിനാലയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി കൽവത്തി റോഡിലെ KM ബിൽഡിംഗിൽ ആരംഭിച്ച എക്സിബിഷൻ UAE എംബസി പ്രതിനിധി മജീദ് നെഹൈലാവി ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, വ്യവസായ മന്ത്രി P രാജീവ്, ഹൈബി ഈഡൻ MP, കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർമാൻ V വേണു, ബിനാലെ പ്രസിഡന്റ് ബോസ് കൃഷ്ണാചാരി, ലുലു ഫിനാൻഷ്യൽസ് ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ്, ഷെഫീന യൂസഫ് അലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അറബ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ വ്യാവസായിക ബന്ധങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് പൊന്നുപോലെ എക്സിബിഷൻ എന്ന് MA യൂസഫ് അലി പ്രതികരിച്ചു. ഒരുപാട് എമിറാത്തി കലാകാരന്മാരുടെ പങ്കാളിത്തം കൊണ്ട് പൊന്നുപോലെ എക്സിബിഷൻ ശ്രദ്ധേയമാണ്. നിരവധി കലാകാരന്മാരുടെ പ്രദർശനങ്ങൾ മേളയിൽ വരും ദിവസങ്ങളിലും അരങ്ങേറും. ഇന്ത്യയും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രാതീത കാലം മുതലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ ബിസിനസ് വളർന്നതും അതിന്റെ ആസ്ഥാനവുമെല്ലാം UAE-യിലാണ്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള കഥ പറയുന്ന എക്സിബിഷന് പ്രാധാന്യമേറെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ മകൾക്ക് കലയോടാണ് ഇഷ്ടമെന്നും എനിക്ക് എന്റെ മകളെയാണ് ഇഷ്ടമെന്നും യൂസഫ് അലി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 20-ലധികം കലാകാരന്മാരെ അണിനിരത്തുന്ന ഗോൾഡ് തീമിൽ ഒരുങ്ങുന്നതാണ് ഈ എക്സിബിഷൻ. പ്രശസ്ത കലാകാരനും ക്യൂറേറ്ററുമായ മുർത്താസ വലിയാണ് എക്സിബിഷൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇന്ത്യ, UAE, അമേരിക്ക, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള 20-ലധികം കലാകാരന്മാരാണ് ഇതിൽ പങ്കാളികളായിരിക്കുന്നത്. മാർച്ച് 31 വരെ ബിനാലെയിൽ പൊന്നുപോലെ പ്രദർശനം തുടരും.